എനിക്ക് 10ാം ക്ലാസ് പോകുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു 12,000 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഒരു കൊല്ലം കൊണ്ട് ഞാനൊരു 1 crore എത്തിച്ചു. അതായത് ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് നമുക്ക് 10 ലക്ഷത്തിന് മേലെ വരുന്ന എമൗണ്ടുകൾ കവർ ചെയ്യുന്ന പോളിസീസ് അവൈലബിൾ ആണ്. സുപ്രീം കോടതി ഒരു വിധിയുണ്ട്, എല്ലാ സ്ഥാപനത്തിലും നിങ്ങൾ ഈ ജോലിക്കാർക്ക് ഇൻഷുറൻസ് വേണമെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്നത്തെ കാലത്ത് എടുത്തിരിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ഹായ് ഹലോ, ഇറ്റ്സ് മീ സജ്ന സഹറാസ്. ഇൻസ്പയറിന്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ് തൊട്ട് ബിസിനസ് എന്ന ആശയം മനസ്സിൽ കൊണ്ടു നടക്കുകയും ഒരുപാട് സംരംഭങ്ങളുടെ ഒരുപാട് ഉയർച്ച താഴ്ചകളുടെ കടന്നുപോയ ഒരു ബിസിനസ് ഉടമ അവസാനം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമയായ നെൽസൺ സാറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഇൻസ്പയറിലൂടെ കേൾക്കാൻ പോകുന്നത്. സർ, വാം വെൽക്കം ടു ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. താങ്ക് യു. അപ്പോൾ ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു, പക്ഷേ സാറിൻ്റെ ബേസിക്കലി നമുക്ക് ആദ്യം ഒന്ന് പോകാം. അപ്പോൾ സാറിൻ്റെ നാട് എവിടെയാണ്, വീട് എവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട് ഇരിഞ്ഞാൽക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കല്ലേറ്റിങ്കര എന്നൊരു സ്ഥലത്താണ്. ഓക്കെ. എൻ്റെ ഹൗസ് നെയിം മാവേലി ഹൗസാണ്. വീട്ടിൽ ഫാദർ, മദർ, ഭാര്യ, 3 കുട്ടികൾ. മൂത്ത 2 കുട്ടികൾ പുറത്താണ്. ഓക്കെ. അവർ അവിടെ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മോള് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഒരു സന്തുഷ്ട കുടുംബം. യെസ്. അപ്പം പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറയാമോ, എന്താണ് മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്? മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഇൻഷുറൻസ് കൺസൾട്ടൻസി സ്ഥാപനമാണ്. അതുപോലെ നമ്മൾ ആ ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ച് അവർക്ക് ചേരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ പറഞ്ഞു കൊടുത്ത് അവർ ഗൈഡ് ചെയ്യുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ഇൻഷുറൻസ് സർവീസസ് അല്ലേ? അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു ഇൻഷുറൻസ് ആയിരിക്കുള്ളൂ, ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസ്. പക്ഷെ ഇതൊന്നും അല്ലാതെ ഒരുപാട് കാറ്റഗറി ഓഫ് ഇൻഷുറൻസ് ഉണ്ടെന്നുള്ളത് മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു കാറ്റഗറീസ് വരുന്നത്? നമുക്ക് നോർമലി എല്ലാവരും അറിയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒന്ന് ലൈഫ് ഇൻഷുറൻസ്. പണ്ട് LIC എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു ചിട്ടി എന്നൊക്കെ പറയുന്ന പഴയ കാലത്ത് അങ്ങനെയാണ് പറയുക. ഇപ്പം ഇന്ന് LIC മാത്രമല്ല, ഒരുപാട് പ്രൈവറ്റ് കമ്പനികളും മാർക്കറ്റിലുണ്ട്. നല്ല കൂടുതൽ ഫീച്ചേഴ്സും ബെനിഫിറ്റുകളും കിട്ടുന്ന പ്രൊഡക്റ്റുകളുണ്ട്. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. പെൻഷൻ പ്ലാൻസ്, ചൈൽഡ് കെയർ പ്ലാൻസ് അതുപോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തിൽ നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് ആൾക്കാർ മാത്രമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു ഒരു 25 to 30% മാത്രമേ എടുത്തുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് വരുമ്പോഴേക്കും. പക്ഷേ ചില എടുക്കാൻ വെച്ച് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് കിട്ടാത്തൊരവസ്ഥ വരും. അതായത് ചില അസുഖങ്ങൾ വന്നാൽ നമുക്ക് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റില്ല. അതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള ക്യാൻസർ, അങ്ങനത്തെ ചില അസുഖങ്ങൾ. അതുപോലെ പിന്നെ ഇതിൽ ചില കേസുകൾ എടുക്കാൻ പറ്റും, അതിൽ സ്പെഷ്യൽ പോളിസികളും ഉണ്ട്. ഇപ്പോൾ ഡയബറ്റിക് ഉള്ള ആൾക്ക് Day 1 കവറേജ് കിട്ടുന്ന പ്രൊഡക്റ്റുകളുണ്ട്. ചില നമുക്ക് അതിന് വെയിറ്റിംഗ് പീരീഡ് വേണ്ട. അപ്പോൾ ഡയബറ്റിക് വന്ന ആൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്ന് പലരും തെറ്റിദ്ധരിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കാർഡിയാക് പോളിസീസ് ഉണ്ട്. ഓരോ കമ്പനിക്കും ഓരോ പ്രൊഡക്റ്റുകളുടെ ഫീച്ചേഴ്സുകളൊക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണ്, 10ാം ക്ലാസ് തൊട്ട് ബിസിനസ് എന്ന് പറഞ്ഞൊരു ആശയമായിട്ട് മുന്നോട്ട് നടന്ന ഒരാളാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ് തൊട്ട് എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്തിട്ടാണ് അവസാനം ഈ ഇൻഷുറൻസ് മേഖലയിലേക്ക് എത്തിയത്? ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ സ്കൂളിലൊരു സഞ്ജീവ എന്ന് പറഞ്ഞ പഴയ കാലത്തൊരു പൈസ സേവിങ്സ് പഠിപ്പിക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കളക്ഷൻ, പിന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഒരു പെരുന്നാളുകൾ അതിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കാശുകളും ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് 10ാം ക്ലാസ് പോകുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു 12,000 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ എമൗണ്ട് വെച്ചിട്ട് എനിക്ക് നമ്മുടെ ഫാദർ നടത്തിയിരുന്ന ഒരു പ്രിന്റിംഗ് പ്രസ് ഇങ്ങനെ വർക്കേഴ്സൊക്കെ നടത്തി അത് സ്റ്റോപ്പ് ചെയ്ത് കിടക്കായിരുന്നു. കല്ലേറ്റിങ് തന്നെ സ്റ്റോപ്പ് ചെയ്ത് കിടക്കായിരുന്നു. അപ്പോൾ അത് ഈ അന്ന് കാലത്ത് ഈ അക്ഷരങ്ങൾ പറക്കി വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റിംഗ് ആയിരുന്നു. ഈ അച്ചുകളൊക്കെ ചതഞ്ഞ് നാശമായി കിടക്കായിരുന്നു. ഇതൊക്കെ ഈ പൈസ ഉപയോഗിച്ച് ഷൊർണൂർ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടറി ഉണ്ട്, അവിടെ പോയി സംസാരിച്ച് അവർക്ക് നമുക്ക് ആവശ്യമുള്ള ടൈപ്പുകളൊക്കെ ഓർഡർ ചെയ്ത്. എനിക്ക് അത് ഒരു 15 ആ ഒരു പ്രായത്തിലാണ് ഈ പ്രിന്റിംഗ് പ്രസ് നടത്താനുള്ള ഒരു ആഗ്രഹമൊക്കെ വരുന്നത്. ആ പൂട്ടിക്കട ഒരു പ്രസ് ഉണ്ടല്ലോ. അപ്പം
ബേസിക് ഉണ്ട് അവിടെ, ബേസ് ഉണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ ഞാൻ പോകുമ്പോൾ ഈ അക്ഷരങ്ങൾ പറക്കി വെച്ച് എൻ്റെ പേര് അതിൽ പ്രിന്റ് ചെയ്ത് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് പുസ്തകം പൊട്ടിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെ. കാരണം വെച്ചാൽ എഴുതുന്നതിൽ പകരം പ്രിന്റ് ചെയ്ത് ഒരു സാധനം ഒട്ടിക്കാന്ന് പറഞ്ഞാൽ അത് പ്രൊഫഷണൽ ലെവലായല്ലോ, നമ്മൾ എഴുതുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ ഇത് ഭയങ്കര സംഭവമായിട്ട് അന്നൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ചെറുപ്പം മുതലേ ആ പ്രിന്റിങ്ങിലേക്ക് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പ്രിന്റിങ്ങിൻ്റെ A to Z ഞാൻ അതിൽ നിന്ന് തന്നെ പഠിച്ചു. ഒരു കോളേജിൽ പോയിട്ടില്ല പ്രിന്റിങ് പഠിച്ചത്, പക്ഷേ A to Z ചെറുപ്പം തുടങ്ങി ഓരോന്നും കണ്ട് കണ്ട് പഠിച്ച് എനിക്ക് അതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പ്രിന്റിങ് ഫീൽഡിൽ. അങ്ങനെ അതിൽ ഇത് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ വിദ്യാഭ്യാസ പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ ഈ വർക്കേഴ്സിന് വെച്ചിട്ടാണ് ഇത് നടത്തിയിരുന്നത്. കോളേജിൽ വന്ന് വീട്ടിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും എല്ലാ സമയത്ത്. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല, അന്നായിരുന്നാലും മറ്റുള്ള സപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ പ്രിൻറ്റിങ് അത് ഓഫ്സെറ്റ് ഇതിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് പ്രിൻറ്റിങ്ങിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു. അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് ഒരു അടുത്ത ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ ഒരു കമ്പനി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഇത് ചെയ്ത് അതും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ. അപ്പം അത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ആണ്. അത് പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ഉണ്ടാക്കാം, ചെറിയ ഇതുകളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള ആൾക്കാർക്കുള്ള ഗ്രാനുൾസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഗ്രാനുൾസ് കൊടുക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് അല്ലേ? അതും നമ്മൾ ഇതിൻ്റെ കൂടെ. പിന്നെ സീസണിൽ ഫാദറിൻ്റെ കൂടെ തന്നെയാണ് ഈ കാഷ്യൂ കോർപ്പറേഷൻ്റെ മൂന്നരം താലൂക്കിൻ്റെ ഡീലറായിരുന്നു ഫാദർ. അപ്പോൾ ഫാദറിൻ്റെ കൂടെ ഈ കാഷ്യൂ റോ കാഷ്യൂ നമ്മൾ കർഷകരുടെ നിന്നും ഷോപ്പുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കാഷ്യൂ ഫാക്ടറിക്ക് കൊടുക്കുന്നത്. ആ ഇതിലൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിലെ ഇതൊക്കെ നേരിട്ട് ചാക്കിൽ നിറച്ച് ലോഡ് ചെയ്ത് ലോറിയിൽ ലോഡ് ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ ഫുൾ ലോഡൊക്കെ ഒറ്റയ്ക്കൊക്കെ ചെയ്യേണ്ട ഇതുകൾ ചെയ്യും. അത് അന്നത്തെ കാലത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അല്ല, വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒരു 15 വയസ്സുകാരന് ആ സമയത്തൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ ചിന്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ കുറവാണ്. അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു ഇൻട്രസ്റ്റ് ആണ്, ഒരു പൈസയിലുപരി അത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഏത് സംഭവമായാലും എനിക്ക് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ മേഖലകളിലും നമ്മൾ ചെയ്തു നോക്കും. അപ്പം മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്തപ്പോൾ അതിനുശേഷം പിന്നീട് എന്തായിരുന്നു ചെയ്തത്? കാഷ്യൂൻ്റെ പിന്നെ ഫാദറിന് 83 കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങി വണ്ടിയുടെ ഡീലർഷിപ്പ് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 90% കേരളത്തിലെ അംബാസഡർ കാറുകൾ ഫാദർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അന്ന് നമുക്ക് ആ വണ്ടികളുടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യയുടെ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ വണ്ടി എടുക്കുന്ന വണ്ടികളൊക്കെ കൂടുതൽ ചെയ്തിരുന്നു, പിന്നെ ചെറിയ ലോക്കൽ വണ്ടികളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ബിസിനസിൻ്റെ കൂടെ ഇതൊരു പാർട്ട് ടൈം ആയിട്ടാണ് പോയിരുന്നത്. അത് പോണ്ടിച്ചേരിയിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു? ആക്ച്വലി പോണ്ടിച്ചേരിയിൽ വണ്ടിക്ക് റേറ്റ് ഭയങ്കര വ്യത്യാസം, കേരളത്തിൽ ടാക്സിൻ്റെ ഭയങ്കര വ്യത്യാസം. പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോൾ അത് എൻട്രി ടാക്സ് വന്നപ്പോൾ പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഈ പ്ലാസ്റ്റിക് ഗ്രാനുൾസ്, പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ചെയ്തൊരു ഈ പെയിൻറ്റിങ്, പെൻസിൽ ഡ്രോയിങ്, ക്ലേ മോഡലിങ്, സ്റ്റിച്ചിങ്, ഇതൊക്കെ സ്കൂളിലെ കാലഘട്ടത്തിൽ ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷേ ബിസിനസ് തുടങ്ങിയ സമയത്ത് തുടങ്ങി അതൊക്കെ സ്റ്റോപ്പായി. അപ്പോൾ മൈൻഡിലൊരു ആർട്ടിസ്റ്റിക് കുറച്ച് ഇതുള്ളതുകൊണ്ട് എനിക്ക് പ്രിൻറ്റിങ്ങിൽ നന്നായിട്ട് ഡിസൈനിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാനും പറ്റിയിരുന്നു. പ്രിൻറ്റിങ്ങിൽ ഒരു നാട്ടിലൊരു നല്ലൊരു പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി, പിന്നെ ടൈമിൽ ഡെലിവറി, ഇതൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് നല്ലോണം അതിൽ ഫ്ലറിഷ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ പ്രിൻറ്റിംഗ് പ്രസ് ആയാലും പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയാലും കാർ ഡീലർഷിപ്പ് ആയാലും ഇതെല്ലാം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സാർ ഒരു ഇൻഷുറൻസ് മേഖലയിലേക്ക് എത്തിയത്? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിന് ഒരു ബിസിനസ് തുടങ്ങണമെന്നൊരാഗ്രഹത്തോൽ പുള്ളി ഷാർജയിൽ ഒരു കളർ ലാബ് തുടങ്ങാൻ ആളുടെ ഒരു ഫ്രണ്ട് കൂടി പാർട്ണർഷിപ്പിൽ അവിടെ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പം അത് പിന്നീട് അത് നാട്ടിലേക്ക് മെഷീൻ കൊണ്ടുവരാനും കസ്റ്റംസിൽ നിന്ന് ഇതെടുക്കാനും ഒരുപാട് എക്സ്പെൻസുകൾ വന്നപ്പോൾ ബാങ്ക് ലോൺ ഇതുകളൊക്കെ എടുത്ത് വലിയൊരു ബാധ്യത നമ്മുടെ ഫാമിലിക്ക് വന്നു. അങ്ങനെ വന്നപ്പം നമ്മൾ എന്താ പറയുക,
നമ്മുടെ ബിസിനസ് ആകെ ബിസിനസ്സിൽ പ്രോഫിറ്റൊക്കെ ഇങ്ങനത്തെ പലിശകളായിട്ട് പോകുന്ന കാരണം കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് പിന്നെ നമ്മളൊരു 2005 എനിക്ക് ഇപ്പം എൻ്റെ പ്രിൻറ്റിങ് ഫീൽഡൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പിന്നീട് ഞാൻ ഒരു കൊല്ലം പുറത്ത് കുവൈറ്റിൽ ഒരു പ്രിൻറ്റിങ് ഇൻചാർജായിട്ട് ഒരു പ്രസ്സിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ നാട്ടിലല്ലേ എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോകുന്ന പ്രവാസ ലോകത്തേക്കാണല്ലോ. അപ്പോൾ സാറും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ പ്രിൻറ്റിങ് ഫീൽഡായതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പോയി. അപ്പോൾ പക്ഷേ അവിടെ ഒന്നും നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ആ എഫർട്ടിനുള്ള ഒരു റിട്ടേൺസ് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോന്നു. വീണ്ടും നമ്മുടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും നാട്ടിൽ പ്രിന്റിംഗ് പ്രസ്സൊക്കെ നടത്തിയിട്ടുള്ള ഒരാൾ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ഒരു ജോലി ചെയ്യാൻ പോവാന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു മാച്ചിങ് ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും സാറിനെ പോലെ പാഷനായിട്ട് എടുത്ത ആൾക്ക് ഒരിക്കലും സെറ്റ് ആവില്ല. ഒരിക്കലും എനിക്കത് നമ്മുടെ ഐഡിയാസ് ഒന്നും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. അതെനിക്ക് ഒരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ പിന്നെ ഒരു കൊല്ലം കഷ്ടിച്ച് നിന്ന് തിരിച്ചു പോന്നിട്ടാണ് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്, കയ്യിൽ പൈസ ഇല്ല. അവിടെയാണ് നോ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിസ്ക് ഫ്രീ എന്നുള്ള ഒരു പോയിന്റിലേക്ക് കുറച്ച് ആദ്യം തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഞാൻ ഒരു ബോഷിന്റെ ഒരു ഹൈ പ്രഷർ വാഷർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിന്റെ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നത്. ആ സാധനത്തിന് നന്നായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്നു, കുറെ സെയിൽ ചെയ്തിരുന്നു. അപ്പോൾ അവർ പ്രൊഡക്റ്റ് തരും, ഞാൻ സെല് ചെയ്യും. അപ്പോൾ ചെറിയ മാർജിൻസ് ഒക്കെ നമുക്ക് കിട്ടും. അന്ന് ഈ സാധനം ഇവിടെ ഇറങ്ങിയിട്ടില്ല. നമ്മളാണ് അതിന്റെ കുറെ പ്രൊമോഷൻസ് ഒക്കെ കുറെ നമ്മൾ ചെയ്തത്. പക്ഷെ അത് ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായി. 3 കുട്ടികളുണ്ട്, ഇവരുടെ ചെലവിലും വിദ്യാഭ്യാസമൊക്കെ നടക്കണം. പിന്നെ ബാധ്യതകൾ കുറച്ച് പഴയത് പെൻഡിങ്ങിലും ഉണ്ട്, ഇതൊക്കെ തീർക്കണം. ഇതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് തോന്നിയപ്പം നമ്മുടെ ഇൻഷുറൻസ് ലൈസൻസ് ഒക്കെ കൂടി കളഞ്ഞ് അതിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി. ഞങ്ങളുടെ കുറച്ച് ഒരു കൊല്ലം നമ്മൾ അന്നൊക്കെ ഒരു എന്താ പറയുക നിസ്സാര പ്രീമിയം ഒക്കെ ചെയ്തിരുന്നുള്ളൂ ആ കാലം. പിന്നെ ഒരു കൊല്ലം കൊണ്ട് ഞാനൊരു 1 crore-ലെത്തിച്ചു. പിന്നെ അവിടെ നിന്ന് സ്റ്റെപ്പായിട്ട് നന്നായിട്ട് വോളിയത്തിലേക്ക് കയറാൻ പറ്റി. പിന്നെ ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരുപാട് അച്ചീവ്മെന്റ്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇത് എല്ലാതും ഇതിൻ്റെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് എന്ന നിലയ്ക്ക് ഒരു സ്ഥാപനമായിട്ട് തുടങ്ങണം എന്ന് ഒരാഗ്രഹം വന്നപ്പോഴാണ് അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഫോം ചെയ്തത്. പലരും ചെയ്യാത്തൊരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന് പറഞ്ഞു തരാം. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫ് ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ജോലിക്ക് കയറിയ ഒരു കുട്ടിക്ക് അയാളുടെ സാലറി ബേസ് ചെയ്തിട്ട് അയാൾക്ക് ഒരു ഹ്യൂജ് കവറേജ് ഉള്ള ഒരു ടേം പോളിസി എടുക്കാൻ പറയും. മസ്റ്റായിട്ട് അത് എടുക്കണം എന്ന് പറയും. കാരണം ആ കുട്ടീനെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഡിപ്പെൻഡൻസിന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടണം. അതിന് റിട്ടേൺസ് ഇല്ലാത്തതാണ് ഈ ടേം പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെത്ത് ബെനിഫിറ്റ് മാത്രമാണ്. അങ്ങനത്തെ പോളിസികൾ എന്തായാലും മസ്റ്റായിട്ട് ചെറുപ്പക്കാരെല്ലാവരും എടുക്കണം, മസ്റ്റായിട്ട് എടുക്കണം. റിട്ടേൺസ് എല്ലാം നോക്കേണ്ടത് അവിടെ നമ്മളുടെ ആ സാന്നിധ്യത്തിൽ നമ്മുടെ ഡിപ്പെൻഡൻസിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് ലൈഫ് ഇൻഷുറൻസ്. പിന്നെ അതിൽ നമ്മൾ ഓരോ കോർപ്പസ് വെച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടികളെ ഹയർ എഡ്യൂക്കേഷന് പുറത്തയക്കണമെങ്കിലും വലിയ എമൗണ്ടുകളല്ലോ ഇപ്പോൾ. അപ്പോൾ അതിന് പർപ്പസിൽ കണക്കാക്കിക്കൊണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ അത് ചെയ്യാം. നല്ല സ്കീമുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ്, അതായത് ഇപ്പോൾ നമുക്കൊരു 50 വയസ്സിലോ 60 വയസ്സിലോ 40 വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കാവുന്ന രീതിയിലുള്ള പോളിസികൾ അവൈലബിൾ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 5 വർഷമോ 10 വർഷമോ അടച്ച് അവസാനിപ്പിക്കാം. ആ ഏജിലാകുമ്പോൾ റിട്ടയർമെൻറ്റ് നമുക്ക് പൈസയിൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാവുന്ന നല്ല പ്രൊഡക്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും സാറിൻ്റെ അഭിപ്രായത്തിൽ ലൈഫ് ഇൻഷുറൻസ് ഏതൊരു ചെറുപ്പക്കാരനായാലും നമ്മൾ എടുത്തിരിക്കണം. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡൻസിന് ആ ഒരു ബെനിഫിറ്റ്. പിന്നെ അതല്ല, നമ്മൾ പ്രത്യേകിച്ച് ഞാൻ യങ്സ്റ്റേഴ്സ് പിള്ളേരുടെ അടുത്ത് പറയുമ്പം അവർക്ക് നല്ല സാലറി ഇപ്പം ഉണ്ട്, പഴയ കാലത്തെ മാതിരില്ല. ഈ സാലറിയിൽ നല്ലൊരു ബാങ്കും അവർ ആർഭാടങ്ങളും ഇത് ചെയ്ത് പോവാണ്. പക്ഷെ അവിടെ നമ്മളൊരു സേവിങ്സ് ആയിട്ട് നല്ലൊരു എമൗണ്ട് മാറ്റി വെക്കണം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ
എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മളന്ന് മാറ്റി വെച്ചായിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാനും ഇതുപോലെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വീട് വയ്ക്കാനോ കുട്ടികളുടെ ശേഷനോ പിള്ളേരെ കല്യാണം നടത്താനോ ഇതിനൊന്നും ബാക്കിയുള്ളവരെ സഹായം തേടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യകത ഒന്ന്. ഹെൽത്ത് ഇൻഷുറൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്നത്തെ കാലത്ത് എടുത്തിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ അസുഖങ്ങൾ ഇപ്പോൾ പഴയ കാലത്തെ മാതിരില്ല. ഹോസ്പിറ്റലിലെ എക്സ്പെൻസുകളൊക്കെ ഇന്ന് ഇപ്പം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ആ താളം തന്നെ തെറ്റിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുത്തു വെക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറി ഒക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും പല പല കാറ്റഗറീസിലേക്കുള്ള ഓരോ ഇൻഷുറൻസ് സർവീസും കൊടുക്കുന്നത്. അതിൻ്റെ കാറ്റഗറി എങ്ങനെയൊക്കെയാണ് വരുന്നത്? കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ചില പ്രൊഡക്റ്റുകൾ എടുക്കാൻ പറ്റില്ല. ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഡയബറ്റിക് പോളിസീസ് ഉണ്ട്, ഡേ 1 കവറേജ് ഉള്ളത്. അതുപോലെ തന്നെ ഈ മെറ്റർണിറ്റി കവറേജ് ഉള്ള പ്രൊഡക്റ്റാണ്. ഇപ്പം ഒരു മാരേജ് കഴിഞ്ഞ ആൾക്ക് 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറേജ് കിട്ടുന്ന പ്രൊഡക്റ്റുകളും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഒരു മെറ്റർണിറ്റീസ് നോർമലിൽ ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യില്ല, അതൊരു ക്ലെയിം കിട്ടില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഇത് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. പലതിലും പല ഇൻഷുറൻസിലും ഈ ഡെന്റൽ കവർ ചെയ്യില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഡെന്റൽ എന്ന് പറയുമ്പോൾ ഒരു കോസ്മെറ്റിക് ഇതിൽ പെടുന്നതുകൊണ്ട് നോർമലി ഡെന്റൽ കവർ ചെയ്യില്ല. അത് ഒരു ഇൻഷുറൻസ് കമ്പനിയിലും കവർ ചെയ്യില്ല. പുറം രാജ്യങ്ങളിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ സ്പെഷ്യൽ പോളിസികളുണ്ട്. നമ്മുടെ ഇവിടെ OP ബെനിഫിറ്റ് കിട്ടുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട്. അതുപയോഗിച്ചിട്ട് ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെയൊക്കെ കവർ ചെയ്യണം. പലർക്കുള്ള ഒരു ഡൗട്ടായിരിക്കും ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഈ ഇൻഷുറൻസിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നുള്ളത്. അത് എങ്ങനെയാണ് അതിൻ്റെ? ഇന്ന് ഇപ്പം മിക്കവാറും എല്ലാ കമ്പനികളും ആയുർവേദം 100% കവർ ചെയ്യുന്നുണ്ട്. ചില കമ്പനികൾ പർട്ടിക്കുലർ എമൗണ്ട് മാത്രം കൊടുക്കുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുമാതിരി എല്ലാ കമ്പനികളും 100% ആയുർവേദം കവർ ചെയ്യുന്നുണ്ട്. NRIസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഇൻഷുറൻസ് നമ്മൾ കാറ്റഗറി കൊടുക്കുന്നുണ്ടല്ലോ, അതെന്താണ്? യെസ്, ഇപ്പം ഫാമിലി അടക്കം ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നവർക്ക് അവരുടെ പാസ്പോർട്ടും വിസയും കോപ്പികൾ കൊടുക്കണമെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ 40% ഡിസ്കൗണ്ട് ലഭിക്കും. അതിൽ ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് നഷ്ടപ്പെടും. ഇപ്പോൾ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറേ നാൾ അവിടെ തന്നെ നിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെന്ന് വെച്ചാൽ മേ ബി ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അവർക്ക് എടുക്കാൻ പറ്റാത്ത അവസരം. അപ്പോൾ ഇപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ടിൽ നമുക്ക് ഇപ്പോൾ പോളിസി എടുത്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു അവസരം കൂടിയാണ്. NRIസിനുള്ള സ്പെഷ്യൽ ഓഫറാണ്. 40% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോർമൽ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പോകുമായിരിക്കും. അതെ, ക്ലെയിം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ തന്നെ പുറത്തുനിന്ന് ഫാമിലി നാട്ടിൽ സെറ്റിൽ ചെയ്യാലും ആ ഡിസ്കൗണ്ട് നഷ്ടപ്പെടും. അപ്പോൾ NRIs എടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള ബന്ധുക്കൾക്ക് നാട്ടിലുള്ള വീട്ടുകാർക്ക് ആ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ അവർക്ക് കിട്ടുമോ? ഇല്ല, ഓൺലി ഫോർ ദാറ്റ് പേഴ്സൺ. അവിടെ ആ ഫാമിലിക്ക് മാത്രം, ഫാമിലി അടക്കമുണ്ടെങ്കിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ. അല്ലാതെ ഒരാൾ മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ കിട്ടില്ല, ഫാമിലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഇത് കിട്ടുന്നുള്ളൂ അല്ലേ? സർ, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലപ്പുറം ഒരു വലിയ എമൗണ്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാവുന്ന പോളിസികൾ ഉണ്ട്. അതായത് ടോപ്പ് അപ്പ് പോളിസീസ് എന്ന് പറയും. അതായത് സാധാരണ ഒരു കസ്റ്റമർ 5 ലക്ഷം സം ഇൻഷുർഡിൻ്റെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ 5 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കവറേജ് ഇല്ല. നമുക്ക് ചില കമ്പനിയുടെ പ്രൊഡക്റ്റിൽ 5 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് വീണ്ടും അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ് കിട്ടും. പക്ഷെ ഒറ്റ അഡ്മിഷനിൽ തന്നെ വലിയ എമൗണ്ട് 10 ലക്ഷമോ അല്ലെങ്കിൽ 20 ലക്ഷമോ അല്ലെങ്കിൽ 50 ലക്ഷമോ ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് ടോപ്പ് അപ്പ് പോളിസി, അതായത് ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് നമുക്ക് 10 ലക്ഷത്തിന് മേലെ വരുന്ന എമൗണ്ടുകൾ കവർ ചെയ്യുന്ന പോളിസീസ് അവൈലബിൾ ആണ്. വളരെ ചെറിയ എമൗണ്ട് മാത്രം. 10 ലക്ഷത്തിന് മേലെ ഒരു 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് 1 കോടിയുടെ കവറേജ് കിട്ടും. 10 ലക്ഷം ഡിറ്റക്റ്റബിൾ ആയിട്ട് 90 ലക്ഷം കിട്ടും. ഒരു 3000 രൂപ മുടക്കി കഴിഞ്ഞാൽ 1 കോടിയുടെ കവറേജ് കിട്ടി. സേഫ് ആയില്ലേ?
അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളുണ്ട്. അത് ഡിപ്പെൻസ് ഏജ് അനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മിക്കവാറും ജോലിക്കാർ കമ്പനിയിൽ നിന്ന് പോളിസി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്തിനാ വേറെ എടുക്കണമെന്ന് പറയും. പക്ഷെ കമ്പനിയിൽ വരുമ്പോൾ ചിലപ്പോൾ 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം സാധാരണ ഒരു കമ്പനിക്കാർ സംബന്ധിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഈ ടോപ്പപ്പ് എടുത്തു കഴിഞ്ഞാൽ, പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റും. പിന്നെ അവർക്ക് വരുന്ന വേറൊരു പ്രശ്നമുണ്ട് ജോലിക്കാർക്ക്. അവർ ആ കമ്പനിയിൽ നിന്ന് മാറുമ്പോൾ ആ പോളിസി കട്ടാവും. അത് ഗ്രൂപ്പ് പോളിസിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് പോളിസി എപ്പോഴും പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഇൻഡിവിജ്വലായിട്ട് പോളിസി അഡീഷണൽ എടുത്ത് വെക്കേണ്ടതാണ് ഞാൻ പറയണമെങ്കിൽ നല്ലത്. അപ്പോൾ അതിൻ്റെ പ്രീമിയം കുറയ്ക്കാൻ വേറെ ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ 1 lakh ഡിറ്റക്റ്റബിൾ വെച്ചിട്ട് ബേസ് പോളിസി തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ കുറേ പ്രീമിയം ഡിസ്കൗണ്ട് വരും. എപ്പോഴെങ്കിലും കമ്പനിയിൽ നിന്ന് വിട്ടുപോരാണ് ഈ ഡിറ്റക്റ്റബിൾ വേണമെങ്കിൽ റീഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് അത്ര നാളത്തെ ഡിസ്കൗണ്ട് കിട്ടി. കമ്പനിയിൽ നിന്ന് പോരുന്ന സമയത്ത് ഈ പോളിസിയുടെ കണ്ടിന്യൂറ്റി കിട്ടി. ഈ കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ചില അസുഖങ്ങൾ വന്നാൽ നമുക്ക് പുതിയ പോളിസി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു അവസരമാണ്. പിന്നെ വലിയ കവറേജിന് വേണ്ടിയിട്ട് ടോപ്പ് അപ്പ് പോളിസീസും ഉപയോഗിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞു ഈ കമ്പനികളുടെ ഈ ഗ്രൂപ്പ് പോളിസീസ് ശരിക്കും പറഞ്ഞാൽ ഒരു സുപ്രീം കോടതി ഒരു വിധിയുണ്ട്, എല്ലാ സ്ഥാപനത്തിലും നിങ്ങൾ ഈ ജോലിക്കാർക്ക് ഇൻഷുറൻസ് വേണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആരും അത്ര കാര്യമാക്കാറില്ല. ഒരു ജോലിക്കാരുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ഇൻഷുറൻസ് കൊടുക്കേണ്ടതാണ് ശരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ആക്സിഡൻറ്റ് പോളിസിയെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ആക്സിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട്. നമുക്ക് അസുഖങ്ങൾക്ക് മാത്രമല്ല, ആക്സിഡൻറ്റ് മൂലമുള്ള അസുഖങ്ങൾക്ക് മാത്രമല്ല, അവർ അസുഖം മൂലം ആക്സിഡൻറ്റ് മൂലം കമ്പനിയിൽ ലീവ് ആയാൽ പോലും വീക്കിലി കോമ്പൻസേഷൻ കിട്ടുന്ന ഇതുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ജോലിക്കാരന് ഒരു മാസം ബെഡ് റെസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് ശമ്പളം കിട്ടില്ലല്ലോ. അവിടെ ഇത് വീക്കിലി കോമ്പൻസേഷൻ ഇപ്പം ഒരു 5,000 വെച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപ അയാൾക്ക് കിട്ടുമ്പോൾ അയാളുടെ കുടുംബം കഴിഞ്ഞിരിക്കാണ്ട്. അങ്ങനത്തെ കുറേ നല്ല പോളിസികളുണ്ട്. പക്ഷെ ആൾക്കാർ അതൊന്നും തിരിച്ചറിയണില്ല. അതിനെക്കുറിച്ച് ചെറിയ പൈസ മുടക്കാൻ മടി കാണിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ പോലും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് അപ്പോഴും നമ്മൾ അറിയുന്നില്ല. ശരിക്കും ഈ ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഇങ്ങനെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ അപകടമോ വന്നിട്ട് നമ്മൾ ലീവ് എടുത്താൽ പോലും നമുക്ക് അതിന് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ കിട്ടുന്നു എന്നുള്ളത്, ഇൻഷുറൻസ് വിഭാഗത്തിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ന്യൂ ഇൻഫോർമേഷൻ. കൂടാതെ തന്നെ ഈ പോളിസി തന്നെ, ആക്സിഡന്റ് പോളിസി തന്നെ ഇപ്പോൾ 1 കോടിയുടെ പോളിസി അല്ലെങ്കിൽ ആക്സിഡന്റ് പോളിസി ഉണ്ട്. അത് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സിനാണ് ഏറ്റവും ഉപകാരപ്പെടുന്നത്. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആക്സിഡൻറ്റ് പറ്റി, സപ്പോസ് ഒരു ബാത്റൂമിൽ ഒഴുക്കി വീണ് ഫ്രാക്ചറായിട്ട് ഇയാൾ 1 മാസം കിടന്നു. ഇദ്ദേഹത്തിന് നമുക്ക് വീക്കിലി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം വരെ ആഴ്ചയിൽ കിട്ടും. 4 ആഴ്ച 1 മാസം കിടന്നു കഴിഞ്ഞാൽ 4 ലക്ഷം കിട്ടി. പിന്നെ ആ ഫ്രാക്ചർ ഉണ്ടായതിൻ്റെ പേരിൽ മാത്രം 1 ലക്ഷം രൂപ അഡീഷണൽ വേറെ കിട്ടും, ചികിത്സയ്ക്ക് വേറെ കിട്ടും. അപ്പോൾ ആക്സിഡൻറ്റ് പോളിസിയിൽ കുറേ ബെനിഫിറ്റുകളുള്ള പോളിസികൾ അവൈലബിൾ ആണ്. കുറച്ച് പ്രീമിയം വേരിയേഷൻ വരുന്നു മാത്രം. മിനിമം ബേസിക് കാര്യങ്ങളുള്ളത് കൊണ്ട് അതുപോലെ കുറേ ഫീച്ചേഴ്സ് ബെനിഫിറ്റ്. കുട്ടികളുടെ അതിൽ തന്നെ ഡെത്ത് കവറേജും കൂടി ഉണ്ട് 1 കോടി. പിന്നെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കാശ് കൊടുക്കും, ഫ്യൂണറിൻ്റെ കാശ് കൊടുക്കും. അങ്ങനെ കുറേ ഫീച്ചേഴ്സുകളുള്ള പ്രൊഡക്റ്റുകളും കുറേ അവൈലബിൾ ആണ്. പക്ഷെ പലരും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെവി കൊടുക്കാനോ അത് അന്വേഷിക്കാനോ പോകുന്നില്ല. ആ ഒരു സമയം വരുമ്പോൾ മാത്രം നമ്മൾ അന്വേഷിക്കുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇതിന്റെ അറിവുകളൊന്നും ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് വെഹിക്കിൾ ഇൻഷുറൻസ് ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2-3 ഉണ്ട്. പാസഞ്ചർ വെഹിക്കിൾസ്, പ്രൈവറ്റ് വെഹിക്കിൾസ്, കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അങ്ങനെ 2-3 കാറ്റഗറി ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ GVW ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു കാൽക്കുലേഷൻസ് പ്രീമിയംസ് വരുന്നത്. GVW കൂടുതൽ അനുസരിച്ച് കൂടുതൽ പ്രീമിയം വരും. അതായത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് വണ്ടിയുടെ അത്രയും പവറുള്ള വണ്ടിയുടെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. അതനുസരിച്ച് ക്ലെയിം റേഷ്യോ കൂടും, അതനുസരിച്ച് പ്രീമിയം കൂടും. B2B എന്നുള്ള ആ ഒരു കാറ്റഗറിക്ക് വരുന്നത് B2B എന്ന് പറഞ്ഞാൽ ബമ്പർ ടു ബമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ നിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോഴാണ് അത് കൂടുതൽ ആൾക്കാർ ഇത് ചെയ്യുന്നത്. നോർമൽ കമ്പനികളിൽ 5 വർഷം വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം, ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ക്ലെയിം വന്നാൽ ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടും.
ഡിപ്രീസിയേഷൻ വരില്ല. വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കാതെ പോകുന്ന ആൾക്കാർ പലരും ഉണ്ടാവും. ഒരുപാടുണ്ട്. അതെ, പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വരുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ലൈഫ് ഇൻഷുറൻസിന്റെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെയും ഇമ്പോർട്ടൻസ് അറിയുന്ന പോലെ തന്നെയാണ് വെഹിക്കിളിന് ആക്സിഡന്റ് വരുമ്പോഴേക്കുള്ളൂ നമുക്ക് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ബാധ്യത നമ്മളെ വല്ലാതെ അലട്ടുന്നത്. മിനിമം നമ്മുടെ വണ്ടിക്ക് തേർഡ് പാർട്ടിയിൽ തേർഡ് പാർട്ടി മീൻസ് പബ്ലിക് ലയബിലിറ്റി. നമ്മുടെ വണ്ടി മൂലം മറ്റുള്ളവർക്ക് വരുന്ന നാശനഷ്ടങ്ങളിൽ കവർ ചെയ്യുന്ന പോളിസി ഉണ്ടെങ്കിലാണ് വണ്ടി റോഡിൽ ഇറക്കാൻ പാടുള്ളൂ. അതില്ലെങ്കിൽ വണ്ടി ആരും എടുക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ. പലരും അത്യാവശ്യം വരുമ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാന്ന് നോക്കില്ല, ആരും എടുത്തു കൊണ്ടുപോകും. എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മുടെ എന്താ പറയുക, വലിയൊരു ബാധ്യതയായി മാറും. വീട് പോലും നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. ഈ തേർഡ് പാർട്ടി എടുക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇത്രയും ഇയേഴ്സ് ഓഫ് വെഹിക്കിളിന് മാത്രം വെഹിക്കിൾ കഴിഞ്ഞ പിന്നെ തേർഡ് പാർട്ടി മാത്രം കിട്ടുള്ളൂ എന്നുള്ളൊരു അങ്ങനെയില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ കവർ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പ്രീമിയം വലിയ കൂടുതലൊന്നും വരില്ല. തേർഡ് പാർട്ടി പ്രീമിയം ഓഡി പ്രീമിയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് വരുള്ളൂ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഫുൾ കവറിൽ തന്നെ പോവാം. അപ്പോൾ ആസ് എ വ്യൂവർ ആയിട്ട് പറയുകയാണെങ്കിൽ പോലും പറഞ്ഞ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും വെഹിക്കിൾ ഇൻഷുറൻസും കൂടാതെ മറ്റ് ഇൻഷുറൻസുകൾ എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള ഇൻഷുറൻസ് ഏതൊക്കെയാണെന്ന് സാർ പറയാം. ഇൻഷുറൻസ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക ഒരു സാഗരമാണ്. ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പം അതിന് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്ന എല്ലാവരും പറയണ്ടെങ്കിലും ഭൂരിഭാഗം ആൾക്കാർ എടുക്കാറില്ല. ഇപ്പോൾ ഒരു വീട് ഇൻഷുർ ചെയ്യണമെങ്കിൽ ആ വീടിൻ്റെ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കവറേജുകളും പെടും. നാച്ചുറൽ കലാമിറ്റി, തീപിടുത്തം മാത്രമല്ല, ഭൂമിവൽക്കം, സ്ട്രോം, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. പിന്നെ അതിൽ ആഡ് ഓൺ ആയിട്ട് നമുക്ക് തെഫ്റ്റും കൂടി ആഡ് ചെയ്യാം. കളവ് ഇതും കൂടിയിട്ട് അതിൽ ആഡ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സോൾഡേഴ്സിൻ്റെ ബ്രേക്ക് ഡൗൺ കവറേജ് ചെയ്യുന്ന ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലൈറ്റിനിങ് പോലെ എന്തെങ്കിലും കേടുവന്നു പോയാലും അല്ലെങ്കിൽ നോർമലി കേടുവന്നാലും കവർ ചെയ്യുന്ന ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസും കൂടി ആഡ് ചെയ്യാം. അതുപോലെ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, നമ്മളുടെ ലാപ്ടോപ്പ്, മൊബൈലുകളൊക്കെ സാധാരണ ഇൻഷുറൻസ് എടുക്കില്ല. പക്ഷെ നമ്മുടെ ഹൗസ് ഹോൾഡേഴ്സിൻ്റെ കൂടെ നമുക്കിത് ചെയ്യുകയാണെങ്കിൽ അതും ഇൻഷുറൻസ് കവറേജ് കൊടുക്കാൻ പറ്റും. ഒരു ന്യൂ ഇൻഫോർമേഷനാണിത്. കാരണം നമുക്ക് സാധാരണ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ സാർ പറഞ്ഞ പോലെ ഹോം ഇൻഷുറൻസിൻ്റെ ഒപ്പം നമ്മൾ ആ ഒരു കാറ്റഗറി, ആ ഒരു സെക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സാധനങ്ങൾക്കും ഇൻഷുറൻസ് ലഭിക്കും അല്ലേ? ഒരു ആപ്പിളിൻ്റെ ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ ഈ ഫോണിന് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം. അതെ, ആ ഇൻഷുറൻസ് ഒരു മിനിമം ഒരു 15,000 വരും. അതെ, ആ മൊബൈലിന് മാത്രം. ഈവൻ ഒരു ഹോം ഇൻഷുറൻസ് ഒരു ചെറിയൊരു വീടിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 5,000 രൂപ അത് ഇൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ മെറൈൻ ഇൻഷുറൻസ് എന്നൊക്കെ ആ ഒരു സംഭവമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മെറൈൻ ഇൻഷുറൻസ് പറഞ്ഞാൽ ആ മെറൈൻ ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുള്ള ഇൻഷുറൻസ് ആണ്. ആ ഇൻഷുറൻസിനെ അത് പലർക്കും ഈ മറൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ഷിപ്മെന്റ് മാത്രമാണ് എന്നുള്ളത്. പക്ഷെ അതങ്ങനെയല്ല. ഏതൊരു പ്രൊഡക്റ്റും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിന് കവറേജ് കൊടുക്കുന്ന ഇതിന് മറൈൻ ഇൻഷുറൻസ് ആണ്. അത് റോഡാവാം, ഫ്ലൈറ്റ് ആവാം, ഷിപ്പാവാം. അപ്പോൾ എന്തുകൊണ്ട് ഈ മറൈൻ എന്നൊരു പേര് അതിന് വന്നിരിക്കുന്നത്? പഴയ കാലത്ത് കപ്പൽ ചരക്കുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് കടൽ കൊള്ളക്കാർ ഇത് അടിച്ചു മാറ്റും. അതെ. അപ്പോൾ വലിയ ഭീമമായ നഷ്ടങ്ങൾ വരുന്നു. അപ്പോൾ ഇതുപോലെ ഈ കപ്പൽ ഓണേഴ്സ്, കുറേ കമ്പനിക്കാർ ഒരു കൊല്ലത്തിൽ എത്ര കപ്പൽ ഇങ്ങനെ അടിച്ചു പോകും എന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഇവർ ഒരു കണക്കുണ്ടാക്കി. ഓക്കെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു എമൗണ്ട്, ഒരു കപ്പലിൻ്റെ പൈസ ഒരെണ്ണം പോകണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പലിൻ്റെ പൈസ ഇൻഷുറൻസ് ആയിട്ട് എല്ലാവരും ഇത് ചെയ്തിട്ട് ആ കപ്പലിൻ്റെ ഉടമയ്ക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇൻഷുറൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായെന്നാണ് പഴയ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത്. ഇപ്പോൾ ഈ മറൈൻ ഇൻഷുറൻസ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പ്രോഡക്റ്റും ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് തന്നെ ആപ്ലിക്കബിൾ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയുണ്ട്? പ്രോഡക്റ്റിൻ്റെ ഒരു പെർ പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ പെർ കണ്ടെയ്നർ ആണോ? അതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. ഇപ്പോൾ ഒരു മൊബൈൽ ആവറ്റിക്ക് അയക്കണമെങ്കിൽ, കൊറിയർ വഴി അയക്കണമെങ്കിൽ അത് ഇൻഷുർ ചെയ്യാം. അതും മറൈൻ തന്നെ പറയാം. അതുപോലെ തന്നെ മിഷനറി അല്ലെങ്കിൽ എന്ത് സാധനമായാലും, ഒരു കണ്ടെയ്നർ ആയാലും അല്ലെങ്കിൽ പാഴ്സൽ സർവീസ് ആയാലും നമുക്ക് എങ്ങനെയാണ് പോകണമെന്നുള്ള അതിൻ്റെ എല്ലാവരും കാര്യങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂ കാര്യങ്ങൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം മിഷനറി സംബന്ധിച്ച് ചെയ്യുമ്പോൾ ആ മിഷനറി കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല ഇറക്ഷനും കൂടി കവർ ചെയ്യാം. അതായത് വണ്ടിയിൽ നിന്ന് ഇറക്കണ സമയത്ത് എന്തെങ്കിലും ഡാമേജ് വന്നാലും, ഇറക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും
കംപ്ലൈൻറ്റ് വന്നാലും കവർ ചെയ്യുന്ന അതിൽ ആഡ് ഓൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. അത് വേണമെങ്കിൽ ഒരു കൺസൈൻമെൻറ്റ് വിടുന്നതിന് മാത്രമാവാം, അല്ലെങ്കിൽ ഒരു 1 ഇയറിന് റെഗുലറായിട്ട് വിടുന്ന ഓപ്പൺ മറൈൻ പോളിസി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും കൂടിയുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ അയക്കുന്നതിനനുസരിച്ച് എമൗണ്ട് അതിൽ നിന്ന് കുറഞ്ഞു വരും. അപ്പം ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ എങ്ങനെ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ന്യൂ ഇൻഫർമേഷനാണ് എന്നെ സംബന്ധിച്ചിട്ട്. കാരണം ഇപ്പോൾ ഒരു കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് അവർക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ അതർ സ്റ്റേറ്റ്സ് ആയാലും അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു സേഫ്റ്റിയാണ്. സേഫ്റ്റി തന്നെ. അത് ചെറിയ എമൗണ്ട് വരുന്നുണ്ട്. റഫ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു 600 രൂപയ്ക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. വെരി ചീപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടതാണ്. മറൈൻ ഇൻഷുറൻസ് എന്തെങ്കിലും ഇപ്പം നമുക്ക് ഇപ്പോൾ റോഡിലേക്കല്ല ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്നതാണ്. അതെ. നമ്മളൊരു ചെറിയ റിസ്ക്, അനാവശ്യമായിട്ട് റിസ്ക് എടുക്കാം. അതെ അതെ, ഒരു ചെറിയൊരു പൈസയുടെ കാര്യം മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കേട്ടിട്ടുള്ള മറ്റു ഇൻഷുറൻസ് ആണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പബ്ലിക് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏതൊരു സ്ഥാപനമായാലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ക്ലെയിം ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് ലയബിലിറ്റി. ഇതുപോലെ തന്നെ പബ്ലിക് ലയബിലിറ്റി തന്നെ ഈ വെഹിക്കിൾസിന് അത് തന്നെ ചെയ്യണത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പബ്ലിക് ലയബിലിറ്റി ആണ്. അതുപോലെ നമ്മൾ മൂലം മറ്റുള്ളവർക്ക് വരുന്ന നാശനഷ്ടങ്ങൾ കവർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഈ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ്. അപ്പോൾ അത് ഇപ്പോൾ ഹോട്ടൽസ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഫുഡ് കഴിച്ച് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ വന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. വലിയ ഹോട്ടലിലൊക്കെ സാധാരണ അവർ എടുക്കാറുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ ഒരു സംഭവം പബ്ലിക് ലൈറ്റ് വരുന്ന ലിഫ്റ്റിലെ യാത്രക്കാർക്ക് നമുക്ക് ആർക്കും അറിയില്ല. ലിഫ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിൽ നമുക്ക് അവരെ കേസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ലിഫ്റ്റിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ലിഫ്റ്റ് ഇൻഷുറൻസ് എടുത്തിരിക്കണം, ഇല്ലാണ്ട് ലിഫ്റ്റിന് ലൈസൻസ് കൊടുക്കില്ല. ഇപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അതുപോലെ തന്നെ ലിഫ്റ്റിന് ഇൻഷുറൻസ് കൊടുക്കുന്നത് ഇത് തന്നെ പബ്ലിക് ലയബിലിറ്റി ആണ്. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് കയറാൻ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ 12 അടി ഹൈറ്റിൽ നിന്ന് മേലെ നിന്നാണ് അദ്ദേഹം വീണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ചെലവും നമ്മൾ വഹിക്കേണ്ടി വരും. അപ്പോൾ അവിടെ WC എന്ന് പറഞ്ഞാൽ വർക്ക്മെൻ കോമ്പൻസേഷൻ എന്നൊരു പോളിസി നമ്മൾ ഒരു വീട്ടുകാരെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഈ ആൾക്ക് മാത്രമല്ല എന്ത് പണിക്ക് ആൾ വന്നാലും അവരെ കവർ ചെയ്യാം. അത് അൺലിമിറ്റഡ് എമൗണ്ട് WC. അയാൾക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കോടതി വിധിക്കുന്ന എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. നമ്മൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും സഹായിച്ചാൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് കൊടുക്കുന്നത്. പക്ഷെ കോടതി ത്രൂ വഴിയാണെങ്കിൽ അത് ഹ്യൂജ് എമൗണ്ട് അവരുടെ കുടുംബത്തിലേക്ക് കിട്ടും. അപ്പം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് കൂടാതെ മറ്റെന്തെല്ലാം ഇൻഷുറൻസ് ആണ് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ എടുക്കേണ്ട ഇൻഷുറൻസ്? ഏതൊരു സ്ഥാപനത്തിനും ഒരു റിസ്ക് മാനേജ്മെന്റ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ റിസ്ക് മാനേജിൽ പെട്ടുന്ന ഒരു ഘടകമാണ് ഇൻഷുറൻസ്. അത് ആരും അധികം ആൾക്കാർ ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ ബാങ്കുകാരെ നിർബന്ധിക്കുമ്പോൾ അവർ ലോൺ കൊടുത്ത എമൗണ്ടിന് മാത്രം അവർ ഇൻഷുർ ചെയ്യും. പക്ഷെ ഒരു ക്ലെയിം ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റായിട്ട് ഫ്ലഡ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്തു. റീസൺ എന്താ വെച്ചാൽ ലോൺ എമൗണ്ടിന് മാത്രമാണ് അവർ ഇൻഷുർ ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി അവരുടെ സ്റ്റോക്ക് അതിലും കൂടുതലായിരിക്കും. അപ്പം അവർ അണ്ടർ കോട്ട് ചെയ്ത് എടുത്തു എന്നുള്ള റീസൺ കൊണ്ട് ക്ലെയിം റിജക്റ്റ് ചെയ്തു. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ നമ്മൾ ഫുൾ എമൗണ്ടിലെ ബുക്സിൽ കാണിക്കുന്ന ഫുൾ എമൗണ്ട് കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണം എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ബാങ്കുകാർ മാത്രം നോക്കി കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പോളിസി പോലും നമ്മൾ കാണാറില്ല. അവർ ബാങ്കിൽ ഇരിക്കുള്ളൂ. ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ബാങ്കുകാർക്ക് നിർബന്ധമാണ് ഒരു ഇൻഷുറൻസ് വേണം. അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് കിട്ടാൻ മതി. പക്ഷെ ക്ലെയിം വരുന്ന കാര്യത്ത് കിട്ടില്ല. എനിക്ക് ഒരുപാട് കുറച്ച് ഇതെന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഫ്ലഡിന് 2-3 ഷോപ്പുകൾ ഞാൻ ചെയ്ത ഷോപ്പുകൾ വലിയ എമൗണ്ടുകൾ എനിക്ക് കൊടുക്കാൻ പറ്റി. അവരത്തെ 20,000 രൂപ പ്രീമിയം അടച്ചവർക്ക് 1.25 കോടി രൂപയൊക്കെ ക്ലെയിം വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് ഞാൻ കൊടുത്തത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ബാങ്ക് ത്രൂ എടുത്തതുകൊണ്ട് ക്ലെയിം കിട്ടാണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആരെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കാണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റുകളൊക്കെ മനസ്സിലാക്കി ഇൻഷുറൻസ് എടുക്കണം എന്നാണ് ഞാൻ
പബ്ലിക്സിനോട് പറയാനുള്ള. സാർ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒരുപാട് ഇൻഷുറൻസിനെ കുറിച്ച് മനസ്സിലാക്കി, അതിൻ്റെ ആവശ്യകത, എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഇപ്പോൾ എത്രത്തോളം സ്റ്റാഫ് ഉണ്ട്, എത്രത്തോളം ക്ലയൻസ് നമുക്ക് ഉണ്ട്? 2 ബ്രാഞ്ചാണ്, ഓഫീസാണ്. ഒന്ന് കല്ലേറ്റിലും ഒന്ന് ചാലക്കുടിയിലും. ഞങ്ങൾക്കൊരു 8 സ്റ്റാഫുകളുണ്ട്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കസ്റ്റമറിന് സർവീസ് ബെസ്റ്റായിട്ട് കൊടുക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഇത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ കിങ്. അപ്പം അവർക്ക് എപ്പോഴും പുതിയ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഞങ്ങളുടെ അടുത്തുണ്ട്, പക്ഷെ ഒരു ക്ലെയിം വരുന്ന നേരത്തെ അവർക്ക് എന്തൊക്കെ അതിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് അവരറിയില്ല. അപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് പ്രോഡക്റ്റുകളും നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങളത് കൂടുതലും ശ്രദ്ധിക്കാൻ എപ്പോഴും അവർ പുതിയ പ്രൊഡക്റ്റുകളും അതിലേക്ക് അവരെ പോർട്ട് ചെയ്യിക്കും. അപ്പോൾ അത് അവർക്ക് ബെനിഫിറ്റുകൾ കൂടുതലാവുള്ളൂ. സർ, നമുക്കറിയാം ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ കൂണ് പോലെ പൊട്ടിമുളക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇത്രയും ഇൻഷുറൻസ് മേഖലയിൽ, ആ ഒരു ഇൻഡസ്ട്രിയിൽ മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എങ്ങനെയാണ് യുണീക്ക് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നത്? മാവേലി ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ പല കമ്പനികളും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിലുപരി നമ്മൾ കസ്റ്റമറിന് നല്ല സർവീസ് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. അപ്പം അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് ആ ക്ലെയിം പ്രോസസ്സ് കഴിഞ്ഞ് വരെ ഞങ്ങൾ അത് മോണിറ്റർ ചെയ്ത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ടീമും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇൻഷുറൻസ് എടുപ്പിക്കാനായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ജാഗ്രതയായിട്ട് അവർ വന്ന് നമ്മുടെ അടുത്തെല്ലാം ചെയ്യിപ്പിക്കും. പക്ഷെ എന്തെങ്കിലും സർവീസ് ആവശ്യമായിട്ട് വരുമ്പോഴായിരിക്കുള്ളൂ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒഴിഞ്ഞു മാറുന്നത്. അതിൽ പറഞ്ഞൊരു കാര്യം വളരെ വാല്യുബിളാണ്. നമ്മൾ ഇൻഷുറൻസ് പല ആൾക്കാരും ഒരു താൽക്കാലിക ജോലിയായിട്ട് ഏജൻറ്റുമാരായിട്ട് വരും. അവരെന്തെങ്കിലും നല്ല ജോലി കിട്ടുമ്പോൾ അവരത് ഇട്ടിട്ട് പോകും. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് എനിക്ക് തന്നെ അറിയുമ്പോഴാണ് അത് സർവീസിൽ നിന്ന് കിട്ടുന്നില്ല, ആളിപ്പോൾ എവിടെയെന്ന് അറിയില്ല ആ ഏജൻറ്റ്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അയാൾക്ക് നല്ല സർവീസും റിലയബിൾ ആളായിട്ട് ഉള്ള അടുത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കാമെന്നേ പറയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിച്ച് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഇൻഷുറൻസ് ആയാലും എടുക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് സമീപിക്കാവുന്ന ഒരു കമ്പനിയാണ് മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത്രയും കാലഘട്ടങ്ങളിലൂടെ എങ്ങനെ ഇത്രയും, അതായത് പ്രിൻറ്റിംഗ് പ്രസ് ആയാലും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയാലും പിന്നെ ഇൻഷുറൻസ് മേഖലയിലേക്കാലൊക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് ഇത്രയും കുറേ കാലം ആ ഒരു മേഖലയിൽ തന്നെ നിൽക്കുമ്പോൾ പല അംഗീകാരങ്ങളും സാറ് തേടിയെത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ആ അംഗീകാരങ്ങൾ? ഞാൻ ആദ്യം യുണൈറ്റഡ് ഇന്ത്യയിലാണ് എൻ്റെ എന്താ പറയുക ഇൻഷുറൻസ് കാറ്റഗറി ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 37 ഇയേഴ്സ് ആയി എക്സ്പീരിയൻസ്. അതിൽ നിന്ന് കൂടെ നിന്നുകൊണ്ട് പല കമ്പനികളിലും പല ട്രെയിനിങ്ങുകളും പല ഇതുകളും നമ്മൾ പഠിച്ചുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പല ഇൻഷുറൻസിലെ പല പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് അറിയാനും ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും സാധിച്ചത്. എനിക്ക് യുണൈറ്റഡ് ഇന്ത്യയിൽ ഞാനും എൻ്റെ വൈഫും ലൈസൻസ് ഹോൾഡറായിരുന്നു അന്ന്. അപ്പം ഞങ്ങൾക്ക് രണ്ടാളും യുണൈറ്റഡിൻ്റെ ഒരു യുമാക്സ് അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയാണ്. അതിൽ 8 സ്റ്റാർ ആയിട്ട് അന്ന കാലത്തുകളൊക്കെ റെഗുലർ എല്ലാ കൊല്ലം കിട്ടിക്കൊണ്ടിരിക്കുകയുണ്ട്. ഇപ്പം ഞങ്ങൾ മറ്റേ HDFC എയർകോൻ്റെ അതിൻ്റെ ടോപ്പ് ക്ലബ് മെമ്പറാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ BNI എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ എനിക്ക് സാധിച്ചു. 6 വർഷം മേലെയായി BNIയിൽ ഇത് ചെയ്യണം. അതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ വലിയ ബിസിനസ് ഓണേഴ്സായിട്ട് കണക്ട് ചെയ്യാനും അവരിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ കിട്ടേണ്ട അംഗീകാരങ്ങളെല്ലാം സാറിന് കിട്ടിയിട്ടുണ്ട്. സാർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും അംഗീകാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഇത്രയും വന്ന് നിൽക്കുന്നു, ഇനി ഇതിൽ കൂടുതൽ എന്തൊക്കെ എക്സ്പാൻഷൻസ് ആണ് സാറ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻഷുറൻസ് സെക്ടറിൽ ഒരുപാട് ഏജൻറ്റുമാർ എങ്ങെത്താണ്ട് അവിടെ ഇവിടെയൊക്കെ തിരിച്ച് ചെയ്ത് ഒരു അച്ചീവ്മെൻറ്റിലേക്കൊന്നും എത്താണ്ട് നടക്കുന്നുണ്ട്. അവരെയൊക്കെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വലിയൊരു റിട്ടേൺസ് കിട്ടുമെന്നും അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാവേലി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ആഗ്രഹമുണ്ട്. അതായത് ഒരു സംരംഭം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ നോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലാണ് അടുത്തൊരു എക്സ്പാൻഷൻ സാർ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ബെറ്റർ ലൈഫ് വിത്ത് ബെറ്റർ ഹെൽത്ത്. തീർച്ചയായിട്ടും ബെറ്റർ ലൈഫ് കിട്ടണമെങ്കിൽ ബെറ്റർ ഹെൽത്ത് നമുക്ക് മസ്റ്റാണ്.
അതിനിടയിൽ ലൈഫിനിടയിൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പലരിലും ചിന്ത വരുന്നത് അത് ആവശ്യമാണോ അല്ലെങ്കിൽ അനാവശ്യമാണോ എന്നാണ്. പക്ഷേ അത് അത്യാവശ്യമാണ് എന്നതിന് ഉത്തരം തന്നിരിക്കുന്നത് നമ്മുടെ മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CEO ആയ നെൽസൺ സാറിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ്.